നമസ്കാരം. ഇന്നത്തെ എൻ്റെ ആദ്യത്തെ വീഡിയോ ഞാൻ സൂചിപ്പിച്ചതുപോലെ CJP എന്ന പ്രസ്ഥാനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അടിമുടി മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. പ്രധാനമന്ത്രി എന്ന നിലയിൽ ഒരു വ്യാഴവട്ടക്കാലം പൂർത്തിയാക്കിയ നരേന്ദ്രമോദി ഒരു കാരണവശാലും ഇളകുകയില്ല. ജനങ്ങളുടെ ശബ്ദം കേട്ടല്ല തീരുമാനമെടുക്കുന്നത്, തൻ്റെ യുക്തിക്കും തൻ്റെ പാർട്ടിയുടെ നിലപാടിനും അനുസൃതമാണ് എന്ന് കരുതിയിരുന്നിടത്ത് ഒരു സംഘടനാ സംവിധാനം പോലുമില്ലാതെ തിരുത്തിക്കാൻ കഴിഞ്ഞു, മന്ത്രിയെ രാജിവെപ്പിക്കാൻ കഴിഞ്ഞു, ആവശ്യങ്ങൾ പൂർണ്ണമായും നിറവേറ്റാൻ കഴിഞ്ഞു എന്നത് നിസ്സാര കാര്യമല്ല. അതും പലരും പ്രതീക്ഷിച്ചതുപോലെ അക്രമം അധികമില്ലാതെ. സമരത്തിന് തുടക്കത്തിൽ ചില അക്രമങ്ങൾ നമ്മൾ കണ്ടു. പോലീസുകാർ പലതും ആശുപത്രിയിലായി, മാധ്യമപ്രവർത്തകർ പോലും അപഹസിക്കപ്പെടുന്നത് നമ്മൾ കണ്ടു. പക്ഷെ അതൊക്കെ ഒരു വലിയ ആൾക്കൂട്ടം ഉണ്ടാവുമ്പോൾ സംഭവിക്കുന്ന സ്വാഭാവികമായ കാര്യങ്ങൾക്കപ്പുറത്തേക്ക് CJPക്ക് നേതൃത്വം കൊടുക്കുന്നവർ, മുൻപന്തിയിൽ നിന്നവർ, അവരൊക്കെ പക്വതയോടെ സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതായത് 30 വയസ്സിൽ താഴെയുള്ള പിള്ളേരാണ് എല്ലാം എന്ന് ഓർക്കണം. അവർ നമ്മൾ പലരും കരുതിയതുപോലെ ആവേശത്തോടെ ദേശവിരുദ്ധമായി ഒന്നും പറഞ്ഞില്ല. പലപ്പോഴും ആവേശം കൂടുമ്പോൾ ദേശവിരുദ്ധമായ പലതും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അവർ അങ്ങനെയൊന്നും പറഞ്ഞില്ല. അവർ ദേശീയ ഗാനം ചൊല്ലിക്കൊണ്ടാണ്, ഭാരത് മാതാ കി ജയ് വിളിച്ചുകൊണ്ടാണ് അവർ മുദ്രാവാക്യം വിളിച്ചതും സമരം നടത്തിയതും. തികച്ചും പക്വതയുള്ള പ്രതികരണമായിരുന്നു അവരുടേത്. ആൾക്കൂട്ടത്തിൽ പലരും പലതും പറഞ്ഞു എന്നത് സത്യമാണെങ്കിലും ഈ നേതൃത്വത്തിൽ നമ്മൾ കണ്ടവരാരും പക്വത വിട്ട് ഒന്നും പറഞ്ഞില്ല. ആൾക്കൂട്ടം പല താല്പര്യങ്ങളുള്ളവരാ. ഒരു വയനാടുകാരൻ ഈ ലോകാവസാനമാണെന്ന് കരുതി അങ്ങോട്ട് പോയത് നമ്മൾ കണ്ടല്ലോ. ടൂറിന് പോയ കുറേ മലപ്പുറം പിള്ളേരെ എന്താണ് വിഷയം എന്നറിയാതെ എത്തി നമ്മൾ കണ്ടല്ലോ. വേറൊരുത്തർ നമുക്ക് പാർലമെൻറ്റ് കത്തിക്കാമെന്ന് പറഞ്ഞ് രംഗത്തിറങ്ങി നമ്മൾ കണ്ടല്ലോ. അത്തരം ആൾക്കൂട്ടം സ്വാഭാവികമായി ഉണ്ടാവും. എന്നാൽ CJP നേതൃത്വത്തിലുള്ളവർ അവർ കൃത്യതയോടെ വ്യക്തതയോടെയാണ് വിഷയത്തെ അഡ്രസ്സ് ചെയ്തത്. അവർ വിഷയത്തിൽ അധിഷ്ഠിതമായി ഊന്നി നിന്നുകൊണ്ടാണ് പ്രതികരിച്ചത്. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ അവരുടെ പ്രധാന ആവശ്യങ്ങൾ അംഗീകരിച്ചപ്പോൾ അവർ ഒത്തുതീർപ്പിന് തയ്യാറായത്. ആദ്യമൊക്കെ അവർ ഒരുപാട് ബലം പിടിച്ചിരുന്നു, ഇങ്ങോട്ട് വന്നാലേ പറ്റുമെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് അവർ ആ നിലപാട് തിരുത്തി, ചർച്ച നടത്തി, അവർ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചു, സമരം പിൻവലിച്ചു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയും ഇവർ ക്ഷണിച്ചില്ല. അവരെ സമരവേദിയിലേക്ക് കൊണ്ടുവന്ന് പ്രസംഗിക്കാൻ അനുവദിച്ചില്ല. ആർക്ക് വേണമെങ്കിലും പിന്തുണ അർപ്പിക്കാം, അവിടെ വരാൻ പോവാം. അല്ലാതെ സമരത്തെ ഹൈജാക്ക് ചെയ്യാനോ സമരത്തിന് നേതൃത്വം കൊടുക്കാനോ ആരെയും അനുവദിച്ചില്ല. CPMകാർ അങ്ങനെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു അനുമതി ആർക്കും കൊടുത്തില്ല. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ സമാന്തരമായി ഇതിനെ പിന്തുണച്ചുകൊണ്ട് പ്രക്ഷോഭം നടത്തിയത്. മോദിയുടെ വസതിയിലേക്ക് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പാർട്ടി പ്രകടനം നടത്തുമ്പോൾ അത് CJPയുടെ സമരമായിരുന്നില്ല, CJPക്കാർ അതിനൊപ്പം ഉണ്ടായിരുന്നില്ല, അത് കോൺഗ്രസിൻ്റെ സമരമായിരുന്നു. സമാന്തരമായി അവർ വഴിവെട്ടിയെടുത്തതാണ്. ഇത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികളെയൊക്കെ അവർ ആവശ്യപ്പെടാതെ തന്നെ ഒപ്പം നിർത്താനും ഇവർക്ക് കഴിഞ്ഞു. അപ്പോൾ അവരുടെ ലക്ഷ്യം സാധിച്ചിരിക്കുന്നു. എല്ലാ ആവശ്യങ്ങളും, അതായത് അവർ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് സമരം തുടങ്ങിയത്. ആ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട കുറ്റവാളികളെല്ലാം ജയിലിലാണ്. അവർക്ക് കൂടുതൽ ശിക്ഷ കൊടുക്കാൻ നിയമം കൊണ്ടുവരുന്നു. ഈ പരീക്ഷാ നടത്തിപ്പിലെ പാളിച്ചകൾക്ക് കാരണക്കാരായ NDAയിലെ ഉദ്യോഗസ്ഥന്മാർ പിരിച്ചുവിടുന്നു. അതിന് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മന്ത്രിക്ക് രാജിവെക്കേണ്ടി വരുന്നു. പരീക്ഷാ പരിഷ്കാരത്തിന് വേണ്ടി പ്രൊഫഷണലുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ സമിതിക്ക് രൂപം കൊടുക്കുന്നു. അങ്ങനെ എല്ലാ ആവശ്യങ്ങളും പൂർത്തിയായപ്പോൾ ഇതിനുവേണ്ടി തുടങ്ങിയ ഈ സംഘടനയുടെ ഭാവി എന്താണ്? അതാണ് സ്വാഭാവികമായ ചോദ്യം. സംഘടന പിരിച്ചുവിടുമോ? ഇല്ല എന്ന് അഭിജിത്ത് ദീപ്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു തുടക്കം മാത്രമാണ്. ആദ്യം ഉന്നയിച്ച വിഷയം, ആ വിഷയം വിജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനി ശാന്തമാവട്ടെ, ഇനി സമയമാവട്ടെ, അടുത്ത വിഷയത്തിലേക്ക് വരും എന്നവർ പറയുന്നു. എന്ന് വെച്ചാൽ ഇങ്ങനെ രൂപപ്പെട്ട ഈ ആൾക്കൂട്ടം, ഈ ആവേശം, അത് ഇല്ലാതാകാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊരു രാഷ്ട്രീയ പാർട്ടിയായി തന്നെ മാറിയേക്കും എന്ന സൂചന ഇവർ നൽകുന്നുണ്ട്. പലരും അതേക്കുറിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ നേതാക്കൾ പറഞ്ഞത്, ഇല്ല എന്നോ വേണ്ട എന്നോ ഞങ്ങൾ പറയുന്നില്ല, പൊതുപ്രവർത്തനത്തിൽ അങ്ങനെ ഒരു വാക്കില്ല, എന്തും സംഭവിക്കാമെന്നാണ്. എന്ന് വെച്ചാൽ രാഷ്ട്രീയ പാർട്ടി ആകുമെന്ന് അവർ പറയുന്നില്ല, ആകുന്നില്ല എന്നും അവർ പറയുന്നില്ല. ഒരു കാര്യം ആലോചിക്കണം, ഈ അഭിജിത്ത് ദീപ്കെ ഈ ആം ആദ്മി പാർട്ടി ഉണ്ടായപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട സംഘാടകരിൽ ഒരാളായിരുന്നു, വോളണ്ടിയറായിരുന്നു. അഭിജിത്ത് ദീപ്കയ്ക്ക് രാഷ്ട്രീയം നന്നായിട്ടറിയാം. ആ രാഷ്ട്രീയത്തിൻ്റെ തുടർച്ചയാണ്. അന്ന് അഭിജിത്തിന് പ്രായം കുറവാണ്, 18-20 വയസ്സ് മാത്രമേ ഉള്ളൂ. ഇന്ന് 30 വയസ്സുള്ള പക്വതയുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അത്തരത്തിൽ പക്വതയുള്ള രാഷ്ട്രീയ പരിചയമുള്ളവർ തന്നെയാണ് കൂടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പാറ്റകൾ ഒരു രാഷ്ട്രീയ പാർട്ടിയായി രൂപം കൊള്ളുമെന്നാണ്. CJP എന്ന് പേരിട്ടതുപോലും BJPക്ക് ബദലായി ഒരു പരിഹാസ പേരായാണ്. ആ പരിഹാസ പേരിൽ തന്നെ തുടരുമോ എന്നൊന്നും ഉറപ്പില്ല. പക്ഷെ തുടർന്നാലും കുഴപ്പമില്ല. പാറ്റകൾ എന്ന് പറയുന്നത് ആർക്കും വേണ്ടാത്ത സാധാരണക്കാരാണ്. അപ്പോൾ ആർക്കും വേണ്ടാത്ത സാധാരണക്കാർക്ക് വേണ്ടി ഞങ്ങളൊരു പാർട്ടി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പേരിൻ്റെ ആവേശമുണ്ട്. ആ പേര് തന്നെ തുടർന്നെന്ന് വരാം. ഇപ്പോൾ വ്യക്തമാക്കുന്നൊരു കാര്യമുണ്ട്, വിദ്യാഭ്യാസ മേഖലയിലായിരിക്കും ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വിദ്യാഭ്യാസമാണ് പുതിയ തലമുറയ്ക്ക്
നിർണായകമായി മാറുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ എവിടെയെല്ലാം പ്രശ്നമുണ്ടോ ആ മേഖലയിലെ പ്രശ്നത്തിൽ ഞങ്ങൾ ഇടപെടും. നീറ്റ് UG പരീക്ഷയായിരുന്നു ഇപ്പോൾ ഇടപെട്ടത്. ഇത്തരത്തിൽ UPSCയുടെ അടക്കം സ്റ്റേറ്റ് PSCകളുടെ അടക്കം മിക്ക പരീക്ഷാ നടത്തിപ്പിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത് പുതിയതല്ല. ബീഹാറിലും മറ്റും എന്തൊക്കെയാണ് നടക്കുന്നത് ആർക്കും അറിയില്ല. കേരളത്തിലെ വാഴക്കൊല ഡോക്ടറേറ്റും വീട് തലയിൽ വെച്ച മന്ത്രിയുടെ ഡോക്ടറേറ്റും ഒന്നും മറന്നു പോകരുത്. ഇപ്പോഴും ഈ സമരത്തിന് നേതൃത്വത്തിൽ നിൽക്കുന്ന AA റഹീം ബബ്ബ വെച്ച് ഇംഗ്ലീഷ് പറയുന്നത് ഡോക്ടറേറ്റ് എടുത്തിട്ടാണെന്ന് ഓർക്കണം. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്തെ രാഷ്ട്രീയക്കാർ കീഴടക്കുകയും അതിന് മെറിറ്റ് ഇല്ലാതാവുകയും ചെയ്യുന്ന പ്രക്രിയയെ ശുദ്ധീകരിക്കാൻ ഞങ്ങൾ ഉണ്ട് എന്നിവർ പറയുമ്പോൾ ഇതൊരു വലിയ വെല്ലുവിളിയാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൻ്റെ കടക്കൽ ഇവർ കത്തിവയ്ക്കുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ തുടർച്ചയാണ് തൊഴിൽ. വേണ്ടപ്പെട്ടവർക്ക് തൊഴിൽ കൊടുത്താണ് ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം മുമ്പോട്ട് പോകുന്നത്. അതിൻ്റെ കടക്കൽ കത്തിവയ്ക്കാൻ CJP എന്ന യുവജന കൂട്ടായ്മ മുമ്പോട്ട് നിൽക്കുമ്പോൾ അവർ തളരുകയില്ല. കാരണം തൊഴിൽ തേടുന്നവരാണ്, വിദ്യ അഭ്യസിക്കുന്നവരാണ് ഈ കൂട്ടായ്മയിലുള്ളവരെല്ലാം. ആ ഭാഗത്തിൻ്റെ മേൽ ഇവർക്ക് നിയന്ത്രണം ഉണ്ടാകുന്നു. അതിലേക്ക് അവർ ചാടിയിറങ്ങുന്നു. വലിയ വിപ്ലവമാക്കി മാറ്റാൻ ഇവർക്ക് കഴിയുന്നു. അതായത് പരമ്പരാഗത രാഷ്ട്രീയക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ഇവർ അസാധുവാക്കുകയാണ്. ഇവർ ഒരു രാഷ്ട്രീയ പാർട്ടിയായി രൂപം കൊണ്ടാൽ എന്തു സംഭവിക്കും? മറക്കരുതാത്ത കാര്യം, പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ തന്ത്രങ്ങളിലൂടെ ജനതയെ ഭിന്നിപ്പിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. എന്തുകൊണ്ടാണ് ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടാത്തത്? അതിൻ്റെ കാരണം ഈ സാധാരണക്കാരൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അഫിലിയേറ്റ് ചെയ്യും. കർഷകരെല്ലാം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനയുടെ കീഴിലാണ്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ താല്പര്യം സംരക്ഷിക്കണം. തൊഴിലാളി യൂണിയനുകൾ രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിലാണ്, താല്പര്യം സംരക്ഷിക്കണം. എന്നാൽ ഇത് തികച്ചും വ്യത്യസ്തമായി വിദ്യാർത്ഥികൾ അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഒരു പാർട്ടി ഉണ്ടാക്കുമ്പോൾ അവരിലേക്ക് എല്ലാവരും എത്തുകയാണ്. അവർ ഉന്നയിക്കുന്ന വിഷയം പരിഹരിക്കപ്പെടേണ്ടി വരികയാണ്. ഓർക്കണം, 50% വരുന്ന ഇന്ത്യൻ ജനസംഖ്യ 30 വയസ്സിൽ താഴെയുള്ളവരാണ്. ആ 30 വയസ്സിൽ താഴെയുള്ളവർ ഒരുമിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറുമ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ കാലിടറുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. ആം ആദ്മിയുടെ ഒരു പുതിയ മോഡലായി ഇത് മാറാം. ആം ആദ്മി പോലും ഒരു വ്യക്തിയുടെ താല്പര്യത്തിന് കീഴിൽ രൂപപ്പെട്ടതാണ്. ആ വ്യക്തിയുടെ താല്പര്യത്തോട് വിയോജിച്ചവർക്കൊക്കെ പുറത്തു പോവേണ്ടി വന്നു. എന്നാൽ ഇത് അങ്ങനെയല്ല. ഇത് 30 വയസ്സിൽ താഴെയുള്ളവരുടെ വിഷയം പരിഹരിക്കപ്പെടണം, യുവാക്കളുടെയും കൗമാരക്കാരുടെയും ആവശ്യങ്ങൾ പരിഗണിക്കണമെന്ന് പറയുമ്പോൾ രാഷ്ട്രീയ ഭേദമന്യേ ജാതിമത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് കൂടുകയാണ്. ആ ഒരുമിച്ച് കൂടൽ തീർച്ചയായും പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ വെല്ലുവിളിയായി മാറും. അത് ആർക്ക് കൂടുതൽ ദോഷം ചെയ്യും എന്നത് മാത്രമാണ് കണ്ടെത്തേണ്ടത്. അത് മോദിക്കും BJPക്കുമാണോ അതോ പ്രതിപക്ഷ പാർട്ടികൾക്കാണോ? തീർച്ചയായും എല്ലാവർക്കും അത് ദോഷം ചെയ്യും. മോദിയും BJPയും കൃത്യമായ പാരമ്പര്യ രാഷ്ട്രീയം അടയാളപ്പെടുത്തി മുമ്പോട്ട് പോവുകയാണ്. ഇനി വരുന്ന 1/4 നൂറ്റാണ്ട് തങ്ങൾക്കൊരു ഭീഷണിയും ഉണ്ടാവില്ല. കാരണം രാഹുൽ ഗാന്ധിയാണ് ഇനി വരാൻ പോകുന്ന 1/4 നൂറ്റാണ്ട് ഇവിടെ പ്രതിപക്ഷത്തെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നും സംഭവിക്കില്ല. തങ്ങളുടെ ഹിന്ദുത്വ രാഷ്ട്രീയവും തങ്ങളുടെ അധികാരവും തങ്ങളുടെ പണവും തങ്ങളെ സമ്പുഷ്ടീകരിക്കും. കൃത്യമായ തന്ത്രങ്ങളിലൂടെ പ്രതിപക്ഷത്തെ ഭിന്നിപ്പിച്ച് മുമ്പോട്ട് പോകാം, ഭരണഘടന പോലും പരിഷ്കരിക്കാം എന്ന് കരുതി ആത്മവിശ്വാസത്തോടെ BJP ചുവട് വയ്ക്കുമ്പോഴാണ് ഇത്തരം സമവാക്യങ്ങളിലൊന്നും ഒതുങ്ങാത്ത, ഇത്തരം ഭീഷണികളിലൊന്നും വഴങ്ങാത്ത ഒരു പുതിയ തലമുറ സ്വന്തമായി രാഷ്ട്രീയ പാർട്ടിയോട് മുമ്പോട്ട് വരുന്നത്. BJPക്ക് വലിയ ഭീഷണി തന്നെയാണ്. കാരണം ഈ ചെറുപ്പക്കാരുടെ പിൻബലം, സമസ്ത കോണുകളിലും അവർക്ക് കിട്ടുന്ന അനുഭാവം, അവർ മുമ്പോട്ട് വരണം എന്നുള്ള നിലപാട് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ഉദാഹരണത്തിന് ജൻസിക്കാർ മാത്രം മതി നേതൃരംഗത്ത് നിന്ന് തീരുമാനിക്കട്ടെ. അവർ 30-35 വയസ്സിൽ താഴെയുള്ളവർ മാത്രം മത്സരിച്ചാൽ മതി, അവർ രംഗത്ത് വന്നാൽ മതി എന്ന് തീരുമാനിച്ചാൽ വലിയ മാറ്റമുണ്ടാവും. കാരണം ഭരണത്തിലേക്ക് യുവാക്കൾക്ക് കടന്നു വരാൻ അവസരമുണ്ടാവും. നോക്കൂ തമിഴ്നാട്ടിൽ സംഭവിച്ചത്. അരനൂറ്റാണ്ടായി തമിഴ്നാട്ടിൽ ദ്രാവിഡ രാഷ്ട്രീയമാണ് മുമ്പിൽ നിൽക്കുന്നത്. ദ്രാവിഡ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലാണ് യുദ്ധം ചെയ്യുന്നത്. ദേശീയ രാഷ്ട്രീയത്തിനോട് പ്രസക്തിയില്ല. അവിടെ പടിപടിയായി ദേശീയ രാഷ്ട്രീയം കൊണ്ടുവരാൻ BJP ശ്രമിച്ചു. പക്ഷെ ഇതിനെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട്, ദ്രാവിഡ രാഷ്ട്രീയത്തെയും ദേശീയ രാഷ്ട്രീയത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ജൻസി വിപ്ലവം എന്ന നിലയിൽ വിജയ് അവിടെ അധികാരം ഉറപ്പിക്കുകയാണ്. അതുകൊണ്ട് ജനവികാരത്തെ വേണ്ടതുപോലെ രൂപപ്പെടുത്താൻ കഴിഞ്ഞാൽ അധികാരത്തിലെത്തുക അത്ര പ്രയാസമുള്ള കാര്യമല്ല. ഇത് വാസ്തവത്തിൽ വിജയുടെ വിപ്ലവത്തിന്റെ മറ്റൊരു ഭാഗമാണിത്. അതൊരു വലിയ ആൾക്കൂട്ടമായിരുന്നു തമിഴ്നാട്ടിൽ വിപ്ലവം നടത്തിയത്. ആ വിപ്ലവം പാറ്റ വിപ്ലവം പോലെ അല്ലായിരുന്നു എന്ന് മാത്രം. അങ്ങനെ വരുമ്പോൾ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. എന്നാൽ BJPയേക്കാൾ കൂടുതൽ ആശങ്കപ്പെടേണ്ടത് പ്രതിപക്ഷ പാർട്ടികളാണ്. കാരണം പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ ദുർബലമാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി വളരെ കഷ്ടപ്പെട്ടാണ് 100 സീറ്റിലേക്ക് കഴിഞ്ഞ തവണ എത്തിച്ചത്. കോൺഗ്രസ് പാർട്ടി ദുർബലമായി നിൽക്കുമ്പോൾ, അവരുടെ നേതൃത്വത്തിൽ ജനത്തിന് വിശ്വാസമില്ലാത്തപ്പോൾ, മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ഛിന്ന ഭിന്നമായി നിൽക്കുമ്പോൾ ഈ BJP ബദൽ എന്ന രാഷ്ട്രീയം ആഗ്രഹിക്കുന്നവർ, മോദി ബദൽ, RSS ബദൽ എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഈ ചെറുപ്പക്കാരുടെ കൂട്ടായ്മയിലേക്ക് വരും. കാരണം അവരുടെ നിലപാടിന് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ട്. അവർ ഉന്നയിക്കുന്ന ജനങ്ങളുടെ വിഷയങ്ങളാണ്. അവർ മുമ്പോട്ട് വയ്ക്കുന്നത് പുതിയ ഒരു രാഷ്ട്രീയമാണ്. പുതിയ തലമുറ അധികാരത്തിലേക്ക് വരട്ടെ എന്നതാണ്. അങ്ങനെ വരുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ കൂടുതൽ ശിഥിലമാവുകയും അവർ ഒരുമിച്ച് CJPയിലേക്ക് വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. വാസ്തവത്തിൽ BJPയുടെയും RSSന്റെയും അടിത്തറ കോൺഗ്രസിനോ
മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കോ ഇല്ല. അവർക്ക് ഏതു നിമിഷവും ചിഹ്നഭിന്നമാകാമെന്ന അവസ്ഥയിലാണ്. തമിഴ്നാട്ടിൽ അണ്ണാ ഡി എം കെ പൂർണ്ണമായും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അണ്ണാ ഡി എം കെക്കാർ എല്ലാം തന്നെ വിജയുടെ TVKയിലേക്ക് ചേർന്ന് കഴിഞ്ഞു. DMK ആണ് പിന്നെയും പിടിച്ചു നിൽക്കുന്നത്. അല്ലെങ്കിൽ ബംഗാളിലെ മമതയുടെ പാർട്ടി എവിടെ പോയി? അത് പൂർണ്ണമായും BJPയിലേക്കും മറ്റു പാർട്ടികളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ദുർബലമായിരിക്കുന്ന പ്രതിപക്ഷം CJPയുടെ കുടക്കീഴിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ നഷ്ടം രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും പ്രതിപക്ഷ പാർട്ടികൾക്കുമാവും. BJP വേഴ്സസ് CJP എന്ന നിലയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം മാറിയാൽ പോലും അതിശയിക്കേണ്ടതില്ല. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയായ യുവാക്കളെ അവർ ഒരുമിച്ച് നിന്നുകൊണ്ട് രാജ്യത്തെ തിരുത്താൻ ശ്രമിക്കുമ്പോൾ അതിന് ദേശവിരുദ്ധമല്ലാത്ത ഒരു ഫോർമുല കൂടി രൂപപ്പെട്ടാൽ പലപ്പോഴും ഇത്തരം ശക്തികളെ ഹൈജാക്ക് ചെയ്യാൻ പലരും ശ്രമിച്ചെന്ന് വരാം. അത്തരത്തിലുള്ള ശ്രമങ്ങളെയൊക്കെ അതിജീവിക്കാൻ കഴിഞ്ഞാൽ പക്വതയോടുകൂടി അവർ ജനസംഖ്യയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടി രംഗത്തിറങ്ങിയാൽ വലിയ ഒരു വിപ്ലവമായി പുതിയൊരു രാഷ്ട്രീയ പാർട്ടി ഇത് മാറിയെന്ന് വരാം. അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. CJP ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചാൽ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായി അത് വേഗം മാറിയെന്ന് വരാം.